ഹായ്. നമ്മുടെ വനമേഖലയിലൊക്കെ വന്യജീവി ആക്രമണം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കടുവ, പുള്ളിപ്പുലി ഇത് മനുഷ്യരെ ആക്രമിക്കും, മനുഷ്യരുടെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കും. ഈ ശല്യം കൂടി വന്നാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രസൻസ് ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നറിഞ്ഞാൽ വനപാലകർ കെണി വെച്ച് ഇതിനെ പിടിക്കുക ചെയ്യുക, അല്ലേ? ഒരു കൂട് സ്ഥാപിക്കും, എന്നിട്ട് അതിന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും, അതിനെ വേട്ടയാടാതെ തന്നെ ഇര കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിനെ ആ ഒരു കൂട്ടിൽ എങ്ങനെയും എത്തിക്കും. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? അതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് വേണ്ട ചികിത്സ കൊടുക്കേണ്ടതിൽ കൊടുത്ത് കുറച്ച് കാലം ഹോൾഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗശാലയിലേക്ക് മാറ്റി അവിടെ ഹോൾഡ് ചെയ്ത് ഒരു സമയം വരുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു ആവാസ വ്യവസ്ഥയുള്ളൊരു മേഖലയിൽ അതിനെ തുറന്നു വിടും. അതോടുകൂടി അതിനും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് ആദ്യം ഇറങ്ങി ആക്രമിച്ച ആ ജനവാസ കേന്ദ്രങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കും സുഖമായിട്ട് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും. ഇതാണ് ഈ വിഷയത്തിലൊരു സൊല്യൂഷൻ. ഇതുപോലെ ഇപ്പം നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പൊതുശല്യമാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള വർഗീയത ഈ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ശല്യമാണ്. പുതിയ തലമുറയെ മാത്രമല്ല, വർഗീയവാദികൾക്ക് ഊർജം നൽകുകയും പുതിയ തലമുറയെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന കൃത്യമായ വംശീയതയും വർഗീയതയുമാണ് ഇദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം? നമ്മൾ മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വരുന്ന കമൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കെണി വെച്ച് പിടിച്ചിട്ടെങ്കിലും അടുത്ത റമദാൻ കാലത്ത് മലപ്പുറം ജില്ലയിലെത്തിക്കണം. മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഇദ്ദേഹത്തെ മലപ്പുറം ജില്ലയുടെ എല്ലാ മേഖലയിലും ഒന്ന് കൊണ്ടു നടക്കുക. ഏകദേശം 3550 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഭൂമിശാസ്ത്രപരമായി 3-ാം സ്ഥാനത്താണ്, ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല. എങ്കിലും നമുക്ക് ഒരൊറ്റ മാസം കൊണ്ട് നമുക്ക് മൊത്തം മലപ്പുറം ജില്ലയിൽ കറക്കാം. ഏകദേശം 94 പഞ്ചായത്തുകളും 11 മുനിസിപ്പാലിറ്റികളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. കൃത്യമായിട്ട് 30 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം എത്ര പഞ്ചായത്ത് എത്ര മുനിസിപ്പാലിറ്റി എന്നുള്ളത് കണക്കാക്കിയിട്ട് മൊത്തം മലപ്പുറം ജില്ല ഒന്ന് കാണിച്ച് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷവും സാഹചര്യവും മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും സഹോദര്യവും ഒക്കെ ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ ഒരു വീഞ്ഞാണ് അദ്ദേഹം പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ റമദാൻ മാസം നോമ്പ് കാലത്ത് ഒരു മനുഷ്യനും ഭക്ഷണം ലഭിക്കുന്ന സാഹചര്യമില്ല എന്ന് നിരന്തരമായി കുറേ കാലങ്ങളായിട്ടുള്ള പ്രചാരണമാണ്. എന്നാൽ ചില മീഡിയകൾ, ദൃശ്യമാധ്യമങ്ങൾ തന്നെ പലപ്പോഴും ഇതിൻ്റെ ഫാക്റ്റ് ചെക്ക് നടത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് പല ടൗണിലും വന്ന് ഭക്ഷണം ലഭിക്കുന്ന എത്ര ഹോട്ടലുകളുണ്ട് എന്ന് പല വ്ളോഗേഴ്സ് അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അവർ സർവേ നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഈ ആരോപണം തെറ്റാണ്. എല്ലാ ടൗണുകളിലും ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, പകലും രാത്രിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാതിരിക്കുന്ന സാഹചര്യമില്ല. സ്വാഭാവികമായിട്ടും ചില മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില ഹോട്ടലുകൾ പകൽ സമയത്ത് അടച്ചിടാറുണ്ട്. അവരും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം അവിടെ എന്ത് ചെയ്യും? പാർസൽ സർവീസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫാക്റ്റ് ചെക്ക് നടത്തി പറഞ്ഞതാണ്. ഇപ്പോൾ ഇതൊക്കെ ഈ ഫാക്റ്റ് ചെക്ക് നടത്തി വന്ന വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് കിടക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ശക്തമായിട്ട് ഇതേ ആരോപണം, വ്യാജമായ ഈ ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ബാലിശമാണെന്ന്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഗ്രാമങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ, ഞാൻ ഒരു രസകരമായ ഒരു കാര്യം, വിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ ഹോട്ടൽ അടച്ചിടുന്ന മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ഓരോ ടൗണിലും നമ്മൾ നോക്കിയാൽ, ഓരോ ഗ്രാമാന്തരങ്ങളിലും നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പുതിയ ഹോട്ടലുകൾ, റമദാൻ സ്പെഷ്യൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുകൾ തുറക്കാറുണ്ട്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ ഒരു മാസം കിട്ടുന്ന ബിസിനസ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ അവരുടെ ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഗോരക്ഷാസേന പോലെ റോട്ടിലൂടെ പശുക്കളെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾ, നാൽക്കാലികളെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾക്ക് പിറകെ ചൂട്ടും കത്തിച്ച് ഗണ്ണുമായിട്ട് വടിവാളുമായിട്ട് കുറുവടിയുമായിട്ട് ഓടി വന്ന് തടഞ്ഞ് അത് കൊണ്ടുപോകുന്ന ആളുകളെ അടിച്ചു കൊല്ലുന്നത് പോലെ മലപ്പുറം ജില്ലയിൽ നോമ്പ് കാലത്ത് പകൽ ഹോട്ടൽ തുറക്കുന്ന ആളുകളെ തിരഞ്ഞു നടക്കുന്ന ആൾക്കൂട്ടം മലപ്പുറം ജില്ലയിലില്ല.
എന്ന് മാത്രമല്ല, നിങ്ങളെ ആരെങ്കിലും അകാരണമായിട്ട്, നിങ്ങൾ ഏത് ജാതി മതത്തിൽപ്പെട്ട ആളാവട്ടെ, നിങ്ങൾ അകാരണമായിട്ട് ഒരാൾക്കൂട്ടം മർദ്ദിക്കുന്നത് കണ്ടാൽ വരുന്നവർ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയല്ല മലപ്പുറത്ത്. അവിടെ കൃത്യമായിട്ട് നിയമപരമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. പോലീസിൽ അറിയിക്കും. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു മനുഷ്യൻ അനാവശ്യമായിട്ട് ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ആ ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ കൂടെയാണ് നിൽക്കുക, അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുക. നിങ്ങൾ ഈ പറയുന്നത് പോലെ റോട്ടിലൂടെ അല്ലാഹു അക്ബർ എന്ന് ഗർജിച്ചു പോയെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗോരക്ഷാ സേനയ്ക്ക് സമാനമായ ഒരു മുസ്ലിം സേന മലപ്പുറം ജില്ലയിൽ ഇല്ല. നിങ്ങൾക്ക് റമദാൻ മാസം മലപ്പുറം ജില്ലയിൽ കാണാൻ പറ്റും ഒരുപാട് മുസ്ലിം സംഘടനകളുടെ, ക്ലബ്ബുകളുടെ ഒക്കെ പേരിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലൊക്കെ യൂണിഫോം ഇട്ട ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള കുട്ടികളും വൃദ്ധരും അടക്കമുള്ള ആളുകളെ റോഡിന് ഇരുവശത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക്, അത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ സിഖുകാരനാണോ ജാതി മതം ഇല്ലാത്തവനാണോ എന്നൊന്നും നോക്കാതെ വാഹനത്തിന് കൈ കാണിച്ചിട്ട് വെള്ളം വേണോ, ഭക്ഷണം വേണോ, ഭക്ഷണം കയ്യിലുണ്ടോ, വെള്ളമുണ്ടോ എന്ന് ചോദിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് ഈ 3550 ചതുരശ്ര കിലോമീറ്ററിനുള്ളിലൂടെ പോകുന്ന ഏത് റോഡിന് സൈഡിലും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് മനോഹരമായൊരു കാഴ്ച. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, പുറത്തുണ്ട്. അല്ല, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ മറ്റ് ജില്ലകളിലും കാണാം. പക്ഷേ മലപ്പുറത്ത് ഒത്തിരി ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രയോ കാലമായി മലപ്പുറത്തൊരു മുസ്ലിം ഹിന്ദു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം RSS സംഘപരിവാർ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട്, നിങ്ങൾ ആ ദൈവത്തെ എന്താണ് വിളിക്കുക എന്ന് എനിക്കറിയില്ല. ഈശ്വരൻ എന്ന് വിളിക്കുമോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ എന്ന് വിളിക്കുമോ, എന്താണോ നിങ്ങൾ വിളിക്കുക, അള്ളാഹു എന്നോ യഹോവ എന്നോ, നിങ്ങൾ എന്തോ വിളിക്കട്ടെ, ഒരു പൊരുളായ ഒരു ശക്തിയുണ്ട്, നമുക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് നമുക്കെല്ലാം അറിയുന്ന ആ സൃഷ്ടാവിൻ്റെ ദയ കൊണ്ടും കരുണ കൊണ്ടും അനുഗ്രഹം കൊണ്ടും മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരു കലാപമുണ്ടാക്കാൻ കഴിയാത്ത സംഘപരിവാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ പിന്നാലെയുള്ളത്. ഇതിന് ആക്സിലേറ്റ് ചെയ്യാൻ, ഇതിനെ ഒന്നും കൂടി ഗ്രോത്ത് ഉണ്ടാക്കാൻ, ഇതിനെ ഒന്ന് ആളി കത്തിക്കാനൊക്കെയുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം സമുദായം ഒറ്റപ്പെടുത്തണം. കാരണം ഇവിടുത്തെ ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ എക്കാലത്തും പോരാട്ടത്തിൻ്റെ സമരജ്വാല തീർത്തവരാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലായാലും അതിനു മുമ്പ് സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിലായാലും നമ്മുടെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള മലയാളിയുടെ മാറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഇദ്ദേഹത്തെ പോലൊരു വർഗീയവാദിയെ കയറ്റിയിരുത്തുന്നത് ഈഴവ സമുദായത്തിന് വലിയ മാനക്കേടമാണ്, അപമാനമാണ്. ഇദ്ദേഹത്തിന് ഇനി ചവറ്റുകൊട്ടയിൽ തന്നെയാണ് സ്ഥാനം. കേരളത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഇദ്ദേഹത്തെ ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഒരു മലപ്പുറം ജില്ലക്കാരനെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളിയുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് മതസൗഹാർദ്ദമാണ്, സോഷ്യലിസമാണ്, പരസ്പര സാഹോദര്യമാണ്, അല്ലേ? അപ്പോൾ ഇത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കേരള സമൂഹത്തെ സംബന്ധിച്ച് ഇത് ഒരു സംഘിയേക്കാളും, ഒരു സംഘിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കി. കാരണം ചില സമയത്ത് മാപ്പ് ചോദിക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള സവർക്കറിസമാണ്. പക്ഷേ എങ്കിലും മാപ്പെങ്കിലും ചോദിക്കുന്നില്ല. ഇത് അതിന് പോലും യോഗ്യതയില്ലാത്ത രീതിയിൽ മനസ്സിൽ നിന്ന് വിഷം മാത്രം പുറത്തു വരുന്നൊരു വ്യാളിയായി ഇദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ള. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കെണി വെച്ച് പിടിച്ച് മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നൊരു മാസം ഇദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം ഇദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ, ഇപ്പോൾ UP-യിലോ ആസാമിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അവിടെ ജീവിക്കാൻ അനുവദിക്കുകയും കേരള സമൂഹത്തെ മാന്യമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരികയും വേണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.